ഹായ് ഫ്രണ്ട്സ്, സെക്ഷൻ എയുടെ 7th എപ്പിസോഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ബാഡ് കമൻ്റൊക്കെ വന്നു. കാരണം എൻ്റെ വോയിസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അതിനോടൊക്കെ നിങ്ങളോട് ഞാൻ സോറി ചോദിക്കുന്നു. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ മാക്സിമം നല്ലപോലെ ആക്കാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളൊക്കെ അതൊന്ന് ക്ഷമിച്ച് എന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം അതിന് മുമ്പ് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാനൊരു ചെറിയ ഗീവ് അവേ കൊടുത്താലോ എന്ന് ആലോചിക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ഗീവ് അവേയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗീവ് അവേക്ക് ജസ്റ്റ് സിമ്പിൾ റൂൾസേ ഉള്ളൂ. നിങ്ങളെൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. പിന്നെ നിങ്ങളൊരു 5 ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക എൻ്റെ ചാനലിൽ. പിന്നെ നിങ്ങൾ ഇൻസ്റ്റ ഐഡിയോ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റായിട്ട് ഇടുക. വേഗം ഗീവ് അവേ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഫ്രീയയും ജയജയും സംസാരിച്ചിരിക്കുന്നത് വെച്ചായിരുന്നു കേട്ടോ. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജയജനെയാണേ. നമ്മുടെ ജയജയാണെങ്കിൽ ഫ്രീയ പറഞ്ഞത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ. യൂറി ആണെങ്കിൽ അവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫ്രീയുടെ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ഇട്ടിട്ട് പോയി. പക്ഷേ കെയ്ഫർ ആണെങ്കിലോ ഫ്രീയനെ ഒത്തിരി കഷ്ടപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ യൂറി ഇങ്ങനെ ചെയ്യുമെന്നും കെയ്ഫർ ഇങ്ങനെ ചെയ്യുമെന്നും അവൾക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവൾ അത് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ക്ലാസ്സിലുള്ള ബാക്കി പിള്ളേരൊക്കെ ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ. അപ്പോഴേക്കും ഇവൾ നോക്കുമ്പോൾ യൂറിയും കെയ്ഫറൊന്നുമില്ല. കാരണം കുറച്ച് പേര് കാവൽ നിൽക്കുക അവരുടെ ടെൻറ്റിൻ്റെ അവിടെ. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ കണ്ടതല്ലേ, കുറേ സാധനങ്ങളൊക്കെ അവരുടെ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ലേ. അതുകൊണ്ട് അവർ കാവൽ നിൽക്കുക. നമ്മുടെ പിള്ളേരെല്ലാം വെള്ളത്തിൽ കളിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ജെ ഇങ്ങനെ മാറി നിൽക്കുക. അപ്പം അവളെ ഇങ്ങനെ വെള്ളത്തിലോട്ടൊക്കെ വീഴ്ത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ ജെ ആണെങ്കിൽ എന്നെ വീഴ്ത്തല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേനും സിയാൻ പറയും, ഞാൻ കുളിക്കടി നിന്നെ ഞാൻ ഓൾറെഡി നേക്കഡായിട്ട് കണ്ടു എന്നിങ്ങനെ പറയുമ്പോഴത്തേനും എല്ലാവരും അവനെ ഒരുമാതിരി നോക്കും. കാരണം അവൻ അതുപോലെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവൻ പറയും അങ്ങനെയല്ല, അവളുടെ പുറം മാത്രമേ അവൻ കണ്ടുള്ളൂ, അവിടെ ഒരു ബെർത്ത് മാർക്കുണ്ടെന്ന് പറയും. അപ്പോൾ അവളും ബെർത്ത് മാർക്കാ എന്താ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും അവളിങ്ങനെ തട്ടി നോക്കുമ്പോഴത്തേനും അവിടെ ഒരു അയൺ ബോക്സ് വെച്ചിങ്ങനെ ചൂടാക്കിയൊരു പാടാണ് ഉള്ളത്. അതും നല്ല വലിയ പാട്. അപ്പോൾ ഇവളുടെ മുത്തശ്ശി എടുത്ത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, എന്താ മുത്തശ്ശി ഇങ്ങനത്തെ പാടെന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശി എന്തോ അതൊന്നും പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അവളോട്. അപ്പം അവളിങ്ങനെ നോക്കും അതെന്ത് പാടാന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴത്തേനും ബാക്കിയുള്ളവരിങ്ങനെ നോക്കുവാടെ അവളുടെ അടുത്ത്. അപ്പോൾ അവളാകെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും സിയാനും ഇങ്ങനെ പറയും, നിൻ്റെ പാട് ഇങ്ങനെ നല്ല രസമുണ്ട് കാണാനൊക്കെ പറഞ്ഞ് ചുമ്മാ അവളെ മൂഡ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ കളിയാക്കും. അപ്പോൾ അവളും ചിരിച്ച് ബാക്കിയുള്ളവരും കളിയാക്കി ചിരിച്ച് അവർ ഹാപ്പി ആയിട്ട് വെള്ളത്തിൽ കളിക്കുകയും ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താ വെച്ചാൽ നമ്മൾ പിള്ളേർ ചുറ്റും ജയജയും കൂടി അവരുടെ ക്യാമ്പ് അടുക്കുന്ന സ്ഥലത്തോട്ട് വന്നേക്കുവാണേ. അപ്പോഴേക്കും അവിടെ നോക്കുമ്പോൾ ഏഞ്ചലോ അവിടെ വന്നിട്ടുണ്ട്. അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് നീ എന്ത് പരിപാടി കാണിച്ചെന്ന് പറഞ്ഞാൽ കളിച്ച് ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോഴത്തേനും ബാക്കിയുള്ള പിള്ളേരൊക്കെ അപ്പുറത്തോട്ട് പോകട്ടോ പേടിച്ചിട്ട്. അപ്പോൾ ഏഞ്ചലോയുടെ അടുത്ത് ഇങ്ങനെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേനും നീ സൈറസിൻ്റെ പേരൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനും അവൻ്റെ ഫ്രണ്ട്സും ആശുപത്രിയില്ല, നിങ്ങൾ എന്താ ചെയ്തത്, നീ എന്താ അവനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഐറിസ് പറയും, നിനക്ക് തന്നെ പിന്നെയും ഭ്രാന്തായോ, നീ എന്താ അവനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവനെ നമ്മുടെ ജേജയ്ക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം അവർ തല്ലുണ്ടാക്കിയല്ലോ. അവളൊന്നും പറയാണ്ടിരിക്കുമ്പോഴത്തേനും കെയ്ഫർ വന്നിട്ട് പറയും അവളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയും. അപ്പം ഏഞ്ചൽ ചോദിക്കും എന്നെ സംഭവം ചോദിക്കുമ്പോഴത്തേനും ഐറിസ് പറയും നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോകാൻ പറയും. അപ്പോൾ നമ്മുടെ കെയ്ഫർ ഇങ്ങനെ പറയും അവളെ ഉപദ്രവിക്കാൻ നോക്കി, അപ്പോൾ ഞങ്ങൾ അവനെ പിടിച്ചടിച്ചത് അവളെ രക്ഷിക്കുക ചെയ്തതെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോൾ ഏരിസും ഏഞ്ചലോ അവൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞിട്ട് രണ്ടുപേരോടും പൊക്കോളാൻ പറയും. അപ്പോൾ നമ്മുടെ ജയയും കെയ്ഫറും കൂടി നടന്നു പോവുകയാണേ. അപ്പോഴേക്കും ജയയ്ക്ക് അവനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കണമെന്നതിന് ജയൻ്റെ അടുത്ത് കെയ്ഫർ പറയും, നീ നിനക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മനസ്സ് തുറന്ന് എൻ്റെ അടുത്ത് ചോദിച്ചോ, ഒരു കുഴപ്പമില്ല നീ ചോദിക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ജയജയാണ് പറയും എനിക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യവും ഞാൻ നിന്നോട് ചോദിക്കും, അപ്പോൾ നീ നല്ലപോലെ ആൻസർ പറയാം, എല്ലാത്തിനും കറക്റ്റ് ആൻസർ പറയണമെന്ന് പറയും. അപ്പോൾ കെയ്ഫർ പറയും എല്ലാത്തിനും പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ പ്രോമിസ് ഒന്നും ചെയ്യത്തില്ല, എല്ലാത്തിനും ഞാൻ പറയാൻ മാക്സിമം ശ്രമിക്കാം, നീ പറയുമെന്ന് ചോദിക്കും. അപ്പോഴത്തേനും നമ്മുടെ കെയ്ഫറിൻ്റെ അടുത്ത് ജയജ ചോദിക്കും നീയും ഫ്രേയനെ വിഷമിപ്പിച്ചോന്ന് ചോദിക്കുമ്പോഴത്തേനും അവനും അതേന്ന് പറയും. കാരണം എന്താ അവളെന്തിനാ വിഷമിപ്പിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേനും അവളാണ് എൻ്റെ ഫസ്റ്റ് ലവ്, അവളാണ് എൻ്റെ ലോകം എന്ന് വിചാരിച്ച് അവൻ നടന്നത്. പക്ഷേ അവൾ എന്നിട്ട് ഞങ്ങൾ റിലേഷനിലുണ്ടായിട്ടും യൂറിനെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പം അവളെ ഉപദ്രവിക്കാനും എൻ്റെ പോസസീവ്നെസ്സും എല്ലാം കൊണ്ട് ഞാൻ അറിയാണ്ട് അവളെ അങ്ങനെ ചെയ്തത്. ഞാനും എൻ്റെ അച്ഛനെ പോലെയാണെന്ന് എനിക്ക് തോന്നിയെന്ന് ഇങ്ങനെ പറയും നീ അച്ഛനെ പോലെ അല്ല, നീ കുറച്ച് വ്യത്യാസമുള്ളവനാന്ന് പറയും. അപ്പം എന്നിട്ട് ജെ പറയും എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയാണ്, അവളെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും. പക്ഷേ എനിക്ക് ജെയുടെ സൈഡിൽ നിൽക്കാൻ തോന്നുന്നില്ല കേട്ടോ ഇത് കേട്ടിട്ട്. കാരണം കെയ്ഫർ ചെയ്തത് ഉപദ്രവിച്ചത് തെറ്റാ, പക്ഷേ അവൾ കാട്ടിയതും ശരിയല്ലല്ലോ. കാരണം റിലേഷനിലുണ്ടായിട്ടും യൂറിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു ഫീൽ ഇങ്ങനെ വരുമല്ലോ, സ്വാഭാവികം. അപ്പോൾ ഞാൻ ഈ കാര്യം കേട്ടിട്ട് കെയ്ഫറിൻ്റെ കൂടെ നിൽക്കുന്നത്. കുറേ പേരിനെ ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ടു ഫ്രേയ പാവാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ കമൻറ്റിൽ പറയട്ടോ. ഞാൻ എന്തായാലും കെയ്ഫറെ സപ്പോർട്ട് ചെയ്തുള്ളൂ ഈ കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കെയ്ഫറും ഒരുമാതിരി നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെ ചോദിക്കും യൂറി ആണെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് എന്തോ വാങ്ങിച്ചിട്ട് അവൾ ഇട്ടിട്ട് പോയി എന്നല്ലേ പറഞ്ഞ്, അതെന്താ ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ കെയ്ഫർ പറയും അതിനെപ്പറ്റി എനിക്കറിയത്തില്ല, ഞാൻ യൂറിയുടെ അടുത്ത് അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല അങ്ങനെ പറയുവേ.
പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന കാക്കയുടെ ശബ്ദമൊക്കെ ഒന്ന് ക്ഷമിക്കണം, കാരണം വേറെ വഴിയില്ല എനിക്ക്. നിങ്ങൾക്ക് വേഗം വീഡിയോ ഇട്ട് തരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പിന്നെയും പോവാം. എന്നിട്ട് നമ്മുടെ കേപ്പറാണെങ്കിൽ നമ്മുടെ ജയജയോട് പറയും കേട്ടോ, നിനക്ക് ഫ്യൂച്ചറിലോ ഇപ്പോഴോ എപ്പോൾ വേണമെങ്കിലും എന്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിനക്ക് ആൻസർ വരുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ജയജയ്ക്ക് ഒത്തിരി സന്തോഷമാവും, അത് ചിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താ വെച്ചാൽ നമ്മുടെ ജയജയ കിടന്നുറങ്ങുന്നതാണ്. അവൾ എണീറ്റ് കഴിയുമ്പോൾ അവളുടെ കൈയും കാലൊക്കെ ഇറുക്കിയിരിക്കും പോലെ തോന്നും കേട്ടോ. അപ്പോൾ അവൾ ഞാൻ നോക്കുമ്പോഴത്തേന് അവളെ ആരെ കെട്ടിയിട്ടേക്കുക, തൊട്ടപ്പുറത്ത് കേഫറും യൂറിയും കിടന്നുറങ്ങണം. അപ്പോൾ ഇത് കാണുമ്പോഴത്തേന് നമ്മുടെ ജയജയ എന്നുള്ള കണക്കാവും. അപ്പോൾ നമ്മുടെ കേഫർ എണീക്കും കേട്ടോ. അപ്പോൾ കേഫർ ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. അപ്പോൾ ജയജയ പറയും, നീ എന്തിനാണ് അതിനെ കെട്ടിയിട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ വഴക്കുണ്ടാക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ജയജയ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി എല്ലാവരും കൂടി കുടിച്ചു കേട്ടോ. അപ്പോൾ കുടിച്ചിട്ട് നമ്മുടെ ജയജയ വെളുവില്ലാണ്ട് അവന്മാരെല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവന്മാർ കെട്ടിയിട്ട് അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കേഫർ യൂറിയും കൂടി ജയജയ്ക്ക് ആ വീഡിയോ കാണിച്ചിരുന്നു. ഫെലിക്സിൻ്റെ ഫോണിൽ അവളുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ കുടിച്ചിട്ട് ബോധമില്ലാണ്ട് കുടിച്ച് അവരാണെങ്കിൽ കത്തിയൊക്കെ വെച്ച് ഇങ്ങനെ പേടിപ്പിക്കുവാണേ. എന്നുവെച്ചാൽ ഇവൾ സ്കൂളിൽ വെച്ചൊരു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടർ വെച്ച് പോലെ ഇങ്ങനെ അഭിനയിച്ചിട്ട് ഇങ്ങനെ അവരെ കൊല്ലും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കത്തി കാണിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരാളിങ്ങനെ ബോധമില്ലാണ്ട് കത്തിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേന് എല്ലാം പേടിച്ചു പോലും, അവന്മാരെല്ലാം പേടിച്ചിരിക്കുക. അപ്പം നമ്മുടെ ഡേവിഡ് പറയും, എൻ്റെ പൊന്നും മോളെ നീ ഇനി കുടിച്ചേക്കല്ലേ. അപ്പോൾ ചേച്ചി ഓക്കെ ഞാൻ ഇങ്ങനെ കുടിക്കത്തില്ല അങ്ങനെയൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സിയാനാണ് എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പേടിപ്പിച്ചില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് നീ എനിക്ക് ബ്രഷ് ചെയ്ത് തന്നെ പറയും. അപ്പോൾ അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താ വെച്ചാൽ നമ്മുടെ ചേച്ചി ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഫ്രേ ആണെങ്കിൽ ചുമ്മാ അവളുടെ അടുത്ത് വന്നിട്ട് ഒരുമാതിരി സീൻ കാണിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ തന്നെ ബാക്കിയുള്ളവർ പറയും മര്യാദയ്ക്കടി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചേച്ചിയാണെങ്കിൽ ഫ്രേയുടെ മുഖത്ത് നോക്കുമ്പോൾ നിൻ്റെ മുഖത്ത് എന്താ ഒരു പരിചയമുള്ള സംഭവം പോലെ ഇങ്ങനെ അവൾ നോക്കും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഫ്രേ പോകും. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താ വെച്ചാൽ എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കും കേട്ടോ. അപ്പോൾ ഒരുത്തനാണെങ്കിൽ പിക്കിൻ്റെ ഇറച്ചി കൊണ്ടുവന്ന് വെച്ചേക്കുക. അപ്പോൾ ഇവരെല്ലാം കഴിക്കാനെങ്കിൽ ഓരോന്ന് എടുക്കും കേട്ടോ അതിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ജയജയാണെങ്കിൽ അത് കഴിക്കാമെന്ന് വിചാരിച്ചെടുക്കുമ്പോഴത്തേന് ഫ്രേ വന്നിട്ട് ഒരൊറ്റ തട്ട്, അപ്പോഴത്തേനും അത് മൊത്തം ചാടിപ്പോകും. അപ്പോൾ നമ്മുടെ ജയജയ പറയും, നിനക്കെന്താ വെളിവില്ലേ, ഈ പിക്കിൻ്റെ ഇറച്ചി എന്തിനാ തട്ടിക്കളഞ്ഞേ, അത് തന്നെ എത്ര കഷ്ടപ്പെട്ട ആ പിഗ് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ട് ഈ ഇറച്ചി നമുക്ക് കിട്ടിയത്, എന്നിട്ട് നീ അത് തട്ടി കളഞ്ഞു, നീ എന്ത് പരിപാടി കാണിച്ചെന്ന് വെച്ച് അവളിങ്ങനെ വഴക്ക് പറയുന്നു കേട്ടോ. അപ്പോൾ ഫ്രേ ആണെങ്കിൽ ഇവളെന്ത് തേങ്ങയെ പറയുന്നേ, ആ ഒരു മൈൻഡിൽ അവളിങ്ങ് പോകും. അപ്പോൾ നമ്മൾ ജയജയ്ക്ക് ഒത്തിരി ജയജയ ഇങ്ങനെ സങ്കടപ്പെട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കും കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ കേഫറിന് ഇത് കാണുമ്പോഴത്തേനും വിഷമാവും, പാവം ജയജയ കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേഫറാണെങ്കിൽ അവൻ്റെ ഇതെടുത്ത് കൊടുത്ത് അവൾക്ക് എടുത്ത് കൊടുക്കും. അപ്പോൾ അവൾ ചോദിക്കും, നീ കഴിക്കുന്നില്ലേ. അപ്പോൾ അവൻ പറയും, ഞാൻ രാവിലെ ഒത്തിരി കഴിച്ചതാ, നീ കഴിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കൂട്ടോ. എൻ്റെ സ്നേഹമല്ലേ. അത് റീനെ കാണിക്കും. യൂറിക്കാണെങ്കിൽ ആ കുഷുമ്പാവുക, ഈ കുഷുമ്പ എടുത്ത് നിന്ന് നോക്കണേക്കാ അത് അവൻ്റെ അടുത്ത് കൊടുക്കാനുള്ളതിന് എന്താല്ലേ. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ ക്യാമ്പ് അടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണേ. അപ്പോൾ ഇന്ന് രാത്രി എന്തൊക്കെ പരിപാടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ സംസാരിച്ച് നടക്കുകയാണേ. അപ്പോൾ ചിലർ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പറയും, ചിലരാണെങ്കിൽ വേറെ എന്തെങ്കിലും കളിക്കാൻ പറയും. അപ്പോഴത്തേനും നമ്മുടെ സിയാനാണെങ്കിൽ അവളെ ചെയ്ത ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടറിനെ പറ്റി ചോദിക്കും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് പിന്നെയും ശബ്ദം വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പിന്നെ ആ ക്യാരക്ടറിനെ പറ്റി നമ്മൾ ചെയ്യാൻ ചോദിച്ചില്ലേ, അപ്പോൾ അവൾ പറയുന്നത് വിച്ചിൻ്റെ ക്യാരക്ടറാണ്. അവളാണ് സ്കൂളിൽ ആ ക്യാരക്ടർ ചെയ്തത്. അത് അവളുടെ അടുത്ത് എന്തൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേന് പറയും, അവൾ പറയും ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടനെ തന്നെ ഒമിറ്റ് ചെയ്തത്, കാരണം ഞാൻ ആ ക്യാരക്ടറിനെ പറ്റി എനിക്ക് വേറെ വലിയ കാര്യത്തിന് അറിയത്തില്ല. അത് കഴിഞ്ഞ് എന്തോ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് അവൾ ചെയ്ത സമയത്ത് അവൾ കുടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ പ്രാന്തോലല്ലേ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവനങ്ങനെ ചോദിച്ചത്. അപ്പോൾ അവളും ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് നമ്മൾ ജയജയ പറയും, ഞാനിത് ഒമിറ്റ് ചെയ്ത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ്, അങ്ങനെയൊക്കെ കുറേ ഗോസിപ്പൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജയജയ ചോദിക്കും, നിൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സിയാൻ പറയും, അതൊന്നും കുഴപ്പമില്ല, നിൽക്കുകയാണ് എനിക്ക് ക്ലീൻ ചെയ്യാൻ വന്നേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേനും അവൾ പറയും, ക്രഷാണോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ പറയും, അങ്ങനെ ഒന്നും ഇല്ലടി എന്നൊക്കെ പറഞ്ഞ് അത് സംസാരിക്കും. എന്നിട്ട് നമ്മൾ ജയിച്ചാണെങ്കിൽ സിയാനോട് ചോദിക്കും, അന്നൊരു ദിവസം നീ പറഞ്ഞില്ലേ ഞാൻ എന്ത് വലിയ പാപം ചെയ്താലും നീ എന്നെ ക്ഷമിക്കുമെന്ന്, അതെന്താ ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ സിയാൻ്റെ മുഖമൊക്കെ ആകെ മാറും കേട്ടോ. അപ്പോഴേക്കും കറക്റ്റ് 2 ടീച്ചർമാർ അതിൽ വരെ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ സിയാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാരെ കാല് പിടിച്ചിട്ട്, ടീച്ചർ ഞങ്ങൾക്ക് വല്ല ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് എന്തെങ്കിലും താന്നൊക്കെ പറഞ്ഞ് 2 പേരും കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർമാർ പുല്ല് വില അവർ മൈൻഡ് ചെയ്യേണ്ട ഒറ്റ പോക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ സിയാൻ്റെ അടുത്ത് ജയിച്ച് ചോദിക്കും, ഞാൻ ചോദിച്ചതിന് മറുപടി താ, നീ എന്താ പറയാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേനും സിയാൻ പറയും, നമുക്ക് പുതിയ ഗെയിം കിട്ടി, ട്രൂത്ത് ഓർ ഡെയർ നമുക്ക് കളിക്കാം, ജയിച്ച് നമുക്ക് പുതിയ ഗെയിം തന്നെയെന്ന് പറഞ്ഞിട്ട് അവനത് മനഃപൂർവ്വം പറയാണ്ട് ഓടി പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ജയിച്ചയ്ക്ക് അത് മനസ്സിലാവും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ട്രൂത്ത് ഓർ ഡെയർ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ജെ അടുത്ത് ഡേവിഡ് ചോദിക്കും, കേഫറും യൂറി ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ ചൂസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ ചെക്കന്മാരെ ടെൻഷൻ ആവും കേട്ടോ. അപ്പോൾ ഡേവിഡ് പറയും, അത് ഞാൻ വെറുതെ തമാശയ്ക്ക് വെച്ചാന്ന് പറയുമ്പോഴത്തേനും അവൾ പറയും, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, നീ ഒരു പാമ്പാന്ന് പറയും കേട്ടോ. ഒരു പേര് പറയും, അതിൻ്റെ മീനിങ് തന്നെ പാമ്പെന്നാണ് ഉദ്ദേശിച്ചത്. ആ പേരെനിക്ക് വായി പറയാൻ കിട്ടുന്നില്ല, സോറി. അപ്പോൾ നമ്മുടെ കേഫർ പറയും, അപ്പോൾ നീ ഇത്ര നാൾ തന്നെ അതും പറഞ്ഞാലേ വിളിച്ചുകൊണ്ടിരുന്നേ ഇങ്ങനെ നമ്മുടെ കേഫർ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തമാശയ്ക്ക് വിളിച്ചത്, നീ അവർ കൂളായിട്ടിരിക്കുന്നു പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ജെ എടുത്തിട്ട് വേറെ ചെറുക്കൻ ചോദിക്കുന്നുണ്ട്, പുറത്തുള്ള ആ പാടം എങ്ങനെയാണ് വന്നേന്ന് ചോദിക്കും. അപ്പോൾ ജെ ആണെങ്കിൽ ആകെ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ആകുമ്പോഴത്തേന് കേഫർ പറയും, നീ അതിന് ആൻസർ ഒന്നും പറയേണ്ടെന്ന് പറയുമേ. അപ്പോൾ നമ്മുടെ ജെ പറയും,
ജെ ജെ ആണെങ്കിൽ അവളുടെ ആൻസർ പറയും കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. കാരണം ഒരു ദിവസം ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആശുപത്രിയിലായിരുന്നു. അപ്പോഴാണ് ഈ മുറിവിനെ പറ്റി ഞാൻ അറിയുന്നത്. എനിക്കറിയത്തില്ല, അതിനു മുമ്പുള്ളൊരു കാര്യം പോലും എനിക്ക് ഓർമ്മയില്ല. ഇതുപോലെ കുറേ മുറിവ് എൻ്റെ ദേഹത്തുണ്ട്, അതിലൊന്നാണിത്. ആ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലോട്ടാണ് പോയത്. അതെന്താ സംഭവം എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ ആ മുത്തശ്ശി ആൻറ്റിയൊക്കെ പറയണ കേട്ടതാ, എൻ്റെ അമ്മയുടെ ഹസ്ബൻഡാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത്, തല്ലിയതൊക്കെ. അതിനെപ്പറ്റി എനിക്കൊരു ഓർമ്മ പോലുമില്ല. പക്ഷേ അവരാണ് തല്ലിയത്, എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ പറയും കേട്ടോ. പാവമുണ്ട്, അതൊക്കെ ഒന്നും ഓർമ്മയില്ല അതിന് മുമ്പ് നടന്നത് എന്താണെന്നൊന്നും. അപ്പം നമ്മുടെ ഏതോ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറയും, ഇത് അനീഷയാന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ ചെറുക്കനും പറയും, ഇതുപോലെ ഇങ്ങനെ ഓരോ ഇൻസിഡൻറ്റിലായിട്ട് ചിലവർക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, കുറച്ച് ഇത് ഫ്യൂച്ചറിലോട്ട് മറന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പറയും കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ കഥ കേട്ടിട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുക കേട്ടോ. അപ്പം നമ്മുടെ സിയാൻ പറയാം, നമുക്ക് വേഗം അടുത്ത ഗെയിം കളിക്കാമെന്ന് പറയുവേ. അപ്പോൾ യൂറിയോട് ഒരു ചെറുക്കൻ ചോദിക്കും, നീ എപ്പോൾ തൊട്ടാ ചേച്ചീനെ സ്നേഹിക്കാൻ തുടങ്ങിയത്? അപ്പോൾ നമ്മുടെ യൂറി പറയും, എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവൾ വന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവളോട് നല്ല സ്നേഹം വന്നേന്ന് പറയുവേ. അപ്പോൾ വേറൊരു ചെറുക്കൻ നമ്മുടെ യൂറിയോട് ചോദിക്കും, നീ എപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കാര്യം പറയണമെന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിയേക്കും കേട്ടോ. അപ്പോൾ വേറൊരു ചെറുക്കൻ കേഫറിനോട് ചോദിക്കും, ഈ എൻഗേജ്മെൻറ്റ് കാര്യമൊക്കെ നിനക്കറിയോ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവൻ പറയും, അത് യൂറിയുടെ ഫാമിലിയും ജയജയുടെ ഫാമിലിയും തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ് മാത്രമാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പോഴേക്കും നമ്മുടെ ഡേവിഡ് പറയും, ഈ എൻഗേജ്മെൻറ്റ് കാര്യം അറിഞ്ഞിട്ട് നീ അവളുടെ പുറകെ നടക്കുന്നു, നിനക്ക് ബുദ്ധിയില്ല എന്നുള്ള കണക്കിങ്ങനെ പറയുമ്പോഴത്തേനും അവൻ പറയും, ഞാൻ അത്രയ്ക്കും പൊട്ടനൊന്നുമല്ല, നീ പേഴ്സിയായിട്ട് രഹസ്യമായിട്ട് കോൺടാക്റ്റ് വെച്ച കാര്യം ഞങ്ങൾക്ക് അറിയില്ലെന്നാണോ നീ വിചാരിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവും. അടുത്ത ലിസ്റ്റ്. അപ്പോൾ വേറൊരു ചെറുക്കനാണെങ്കിൽ ഡേവിഡിനോട് ചോദിക്കും, അപ്പോൾ ഞങ്ങളറിയാണ്ട് നീ എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും അവരങ്ങനെ വാക്കുകൾക്കാവും കേട്ടോ. അപ്പോൾ വേറൊരുത്തൻ വന്നിട്ട് നമ്മുടെ ചേച്ചിയോട് പറയും, നീ വന്നേ പിന്നെ ഞങ്ങളുടെ ഈ സെക്ഷൻ ഇയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു, നിനക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടിയതല്ലേ, നീ എന്താ പോകാത്ത, നിനക്ക് ഇനി പോയിക്കൂടി എന്നൊക്കെ ഉള്ള കണക്ക് ചോദിക്കുമ്പോഴത്തേനും അവനെ പിടിച്ച് അടിക്കൂട്ടെ നമ്മുടെ കേഫർ. എന്നിട്ട് പറയും, ചേച്ചിയോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി മേലെ ചോദിച്ചേക്കരുതെന്ന് പറയും. അപ്പോഴേക്കും ബാക്കിയുള്ളവർ തമ്മിൽ അടിയാവും. അപ്പോൾ ചേച്ചിയോട് ഇനി ആരും ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചേക്കല്ലെന്ന് പറഞ്ഞ് ആ കേഫർ പ്രശ്നം ഉണ്ടാക്കട്ടെ. അപ്പോൾ ഈ പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കും KJ. പക്ഷേ ഇപ്പോഴായിരുന്നു പ്രശ്നം യഥാർത്ഥത്തിൽ തുടങ്ങിയത് തന്നെ. അപ്പം നമ്മുടെ ചേച്ചിയാണ് ഉറക്കെ പറയും, നിങ്ങളെല്ലാവരും മിണ്ടായിരിക്കുമെന്ന് പറയുമ്പോഴത്തേനും ആരും അവളെ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ സാറുമാരൊക്കെ അങ്ങോട്ടേക്ക് വരും. സാറ് വന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ പ്രശ്നമൊക്കെ തീരുന്നത്. നമ്മുടെ ചേച്ചിക്ക് ആകെ സങ്കടമാവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ചിന്തിച്ച് നമ്മുടെ ചേച്ചി കിടന്നുറങ്ങണേ. അവൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും കേഫർ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ കേഫറിനെ കാണുന്ന ജെ ഇങ്ങനെ മനസ്സിലായിരിക്കും, എനിക്ക് പോകാൻ ഒത്തിരി ചാൻസ് കിട്ടിയതാണ്, പക്ഷേ ഞാൻ പോയില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിനി പോകാനൊട്ടും പറ്റത്തില്ല. എനിക്ക് കേഫറിനെ ഇങ്ങനെ നോക്കി അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കേഫറിൻ്റെ വീട്ടിൽ പോകാൻ ഒട്ടും കഴിയില്ല. അതുപോലെ അവൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേഫറാണ് ഇങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി അവളിങ്ങനെ വരും കേട്ടോ. അപ്പോൾ കേഫർ പറയും, നീ കിസ് ചെയ്യാനല്ല അവനെ, നീ കിസ് ചെയ്യും. അങ്ങനെ പറയുമ്പോഴത്തേനും നമ്മുടെ ചേച്ചി ചോദിക്കും, നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? അപ്പോൾ കേഫർ പറയും, ഇവിടെ കിടക്കാൻ തോന്നി, അങ്ങനെയൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അവർ അവിടെ റൊമാൻറ്റിക് മൊമെൻറ്റ് ചെറുതായിട്ട്. അപ്പോഴത്തേനും പുറത്തുനിന്ന് യൂറിയുടെ ശബ്ദം കേൾക്കും. അപ്പോൾ യൂറിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവനെന്താ പറയുന്നതിന് കേൾക്കാൻ വേണ്ടി അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോവേ. നമ്മുടെ യൂറി ആണെങ്കിൽ എല്ലേനെ കാണാനായിരുന്നു കേട്ടോ വന്നേക്കുന്നത്. എല്ലാണെങ്കിൽ യൂറിയോട് ചോദിക്കും, നീ ശരിക്കും ചേച്ചീനെ സ്നേഹിക്കുന്നുണ്ടോ ചോദിക്കുമ്പോഴത്തേനും ഇത് ചോദിക്കാനാണ് ഈ പാതിരാത്രി എന്നെ വിളിച്ചെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ എല്ലാണെങ്കിൽ പിടിച്ചെടുത്തിട്ട് പറയും, നിൻ്റെ അമ്മ എന്നോട് സംസാരിച്ചായിരുന്നു, നിൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് നമ്മൾ പിരിഞ്ഞത്, കാരണം എൻ്റെ കൊറിയയിലുള്ള എൻ്റെ പേരൻസിനെ കാണിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ യൂറി പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ പറയുന്നതെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ എല്ലാം പറയും, ഞാൻ ശരിക്കും നിന്നെയായിരുന്നു സ്നേഹിച്ചത്, കേഫറിനെ അല്ല. അപ്പം നമ്മുടെ യൂറി പറയും, ഇപ്പം എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഒത്തിരി പേടിച്ച് പോയി. എൻ്റെ കുടുംബം എത്രത്തോളം കഷ്ടപ്പെടുന്നത് നിനക്കറിയാലോ. എൻ്റെ അച്ഛൻ മാത്രം തിരിച്ച് കൊറിയയിലോട്ട് പോയില്ലെങ്കിൽ ഞങ്ങളെല്ലാം നഷ്ടപ്പെടുത്തും. നമ്മുടെ യൂറിയും പറയും, ഇപ്പം എന്തിനാ എൻ്റെ അടുത്ത് ഇതൊക്കെ പറയുന്നത് പറയുമ്പോഴത്തേനും അവൾ പറയും, ഞാൻ ഇതൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്നു, എന്നെ തടുത്ത് നിർത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കേഫറിനെ ചൂസ് ചെയ്തത്, അവനും അറിയാമെന്ന് പറയും. അപ്പോൾ ഇപ്പം പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ ഇതൊന്നും. അപ്പോഴേക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ ഏരിയസ് അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഏരിയസ് വന്നിട്ട് അവർ തല്ലാൻ വരുമ്പോഴത്തേനും കേഫറാണെങ്കിൽ കറക്റ്റ് ടൈം അങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമ്മുടെ ഏരിയസ് ആണെങ്കിൽ എല്ലാവരോട് പറയും, യൂറിനെ മറക്കുകയും ചെയ്യണം, കേഫറിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകണം, അതൊക്കെ നീ മറന്നു ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ എല്ലാം പറയും ഈ സോറി ഏരിയസ്, യൂറിക്ക് എല്ലാം സത്യം അറിയണം. അപ്പം നമ്മുടെ കേഫറിൻ്റെ അടുത്ത് അപ്പോൾ നമ്മുടെ ഏരിയസ് പറയും, ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ, നിനക്കിപ്പോഴും അവനോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ച് അവളെ അടിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കേഫറാണെങ്കിൽ ഏരിയസിന് ഒരു അടി കൊടുക്കൂട്ടോ. അപ്പം ഏരിയസ് നിലത്തോട്ട് വീഴും. അപ്പോൾ നമ്മുടെ യൂറി പറയും, നിനക്കിതിനെപ്പറ്റി അറിയാമായിരുന്നു ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ കേഫർ മിണ്ടാതിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ യൂറി പിന്നെയും പറയും, നിനക്ക് ഇത്ര കാര്യങ്ങൾ അറിഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് മറച്ചു വെച്ചില്ലേ, നീ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോഴത്തേനും ഞാൻ എന്തിനാ നിന്നോട് പറയണേ, അങ്ങനെ നമ്മുടെ കേഫർ ചോദിക്കും. അപ്പോൾ യൂറി ചോദിക്കും, അമ്മ നിൻ്റെ അടുത്ത് എന്താ പറഞ്ഞു ചോദിക്കുമ്പോഴത്തേനും എല്ലായിടത്തുനിന്ന് നിന്നെ രണ്ടുപേരും പിരിക്കണം, അതാ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞതെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ജെ വരും. നമ്മുടെ ജെ ആണ് കേഫറിനോട് പറയും കേട്ടോ, ഏരിയസിനെ ഓഫീസ് റൂമിൽ കൊണ്ടാക്ക്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ യൂറിനെ തപ്പി ജെ അങ്ങോട്ടേക്ക് പോകുവേ. അപ്പം നമ്മുടെ ജെ ആണെങ്കിൽ യൂറിനെ കാണും കേട്ടോ. അപ്പോൾ യൂറി എടുത്ത് ചെല്ലും കേട്ടോ. അപ്പോൾ യൂറി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക.
എന്നിട്ട് നമ്മൾ യൂറിയാണെങ്കിൽ ചേച്ചിയോട് പറയും, എൻ്റെ അമ്മ എന്നെ നല്ല പോലെ നോക്കിയത്, ഒരു കിങ്ങിനെ പോലെ കണ്ടത്. കാരണം എൻ്റെ അമ്മ അവിടെ ഏറ്റവും പാവപ്പെട്ട, ജപ്പാനിൽ തന്നെ ഒരു പാവപ്പെട്ട വീട്ടിലുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറയണ വാക്കിന് ആർക്കും വിലയൊന്നുമില്ല. കാരണം അവർ പ്രസിഡൻറ്റിൻ്റെ അത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരാണ് യൂറിയുടെ ഫാമിലി. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ആൾ വന്നു കഴിഞ്ഞാൽ വില ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് വരെ കുറവായിരുന്നു. ആ സമയത്താണ് യൂറി ജനിച്ചത്. അപ്പോൾ യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അപ്പം ഇതിന് ഒരാളുണ്ട്. അപ്പോൾ അതിനെ തന്നെ ദത്തെടുത്താണ്. അപ്പോൾ യൂറിയാണ് അവരുടെ ഏക സ്വത്ത്. അപ്പോൾ യൂറി പറഞ്ഞാൽ എന്തും കേൾക്കും. അപ്പം അതുപോലെ തന്നെ വളർത്തിയതാണ്. അപ്പോൾ പക്ഷേ എൻ്റെ കുടുംബം മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചി പറയും, നിൻ്റെ കുടുംബമാണോ, എൻ്റെ കുടുംബം അപ്പോൾ എങ്ങനെ, ഇതിൻ്റെ ഒരു മത്സരമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ യൂറിക്കാണെങ്കിൽ പനി പിടിക്കാനൊക്കെ ആയിട്ടോ. അപ്പോൾ യൂറി ഇങ്ങനെ പറയും, സത്യം പറഞ്ഞാൽ എൻ്റെ മുത്തച്ഛനും വലിയവരൊന്നും അല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണം തീരുമാനിച്ചു. ഞാൻ എൻ്റെ ഫാമിലി എടുത്ത് നമ്മുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഏഞ്ചല പറഞ്ഞു ഈ കല്യാണമൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഏഞ്ചലയുടെ കമ്പനി ഇങ്ങനെ ലോസ് ആയിരിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ എൻ്റെ മുത്തശ്ശനെ കൊണ്ട് പറയിച്ചത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുക, അതിൻ്റെ കൂടെ കല്യാണം ഇങ്ങനെ എഗ്രിമെൻ്റ് ആക്കാം. അപ്പോൾ എൻ്റെ തീരുമാനമായിരുന്നു, അല്ല മുത്തശ്ശൻ്റെ അല്ല, ഇനിയിപ്പോൾ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ചേച്ചിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം അവളുടെ മനസ്സിൽ കേഫറാണ് ഉള്ളത്. കേഫറിനെ വെച്ചിട്ട് ഇവനെ നോക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നമ്മുടെ യൂറി ആണെങ്കിൽ പറയും, കേഫറിൻ്റെ മുന്നിൽ എനിക്കൊരിക്കലും താഴ്ന്നു കൊടുക്കാൻ പറ്റില്ല, എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചേച്ചിയെടുത്ത് ഒത്തിരി സങ്കടപ്പെട്ട് സംസാരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ജെ പറയും, ഇതൊക്കെ എന്താ നീ ഇങ്ങനെ പറയുന്നത്, ഇതൊരിക്കലും ലവ് അല്ല. അപ്പോൾ യൂറിയും പറയും, അങ്ങനെ പറയല്ല ജെ. അപ്പം നമ്മുടെ ചേച്ചി പറയും, നീ ഇപ്പോൾ സ്വഭാവത്തിലല്ല ഉള്ളേ എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും മിണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആവും കേട്ടോ. അപ്പോൾ അവരവിടെ കിടന്ന് ഉറങ്ങിയത്. അപ്പം നമ്മുടെ ചേച്ചിയുടെ മടിയിലാണ് യൂറി തല വെച്ച് കിടന്നത്. അപ്പോഴേക്കും കറക്റ്റ് കേഫർ അങ്ങോട്ടേക്ക് വരും. കേഫറിന് ഇത് കാണുമ്പോൾ ആകെ സങ്കടമാവും. അപ്പോൾ ജെ പറയും, അവനാകെ വയ്യാണ്ട് ഇവിടെ ആയിപ്പോയി, പിന്നെ അതിൻ്റെ കൂടെ മഴയും പെയ്തു, അതാണ് ഞങ്ങളിവിടെ സ്റ്റക്കായി പോയെന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ബാക്കി പിള്ളേരൊക്കെ വരും. അപ്പോൾ അവർ വന്നിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ ഇങ്ങനെ നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ കേഫറാണെങ്കിൽ പിണങ്ങിപ്പോവും. കേഫറാണെങ്കിൽ കരഞ്ഞോണ്ടാണ് പോകുന്നത്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ അവൻ്റെ പുറകെ പോകും കേട്ടോ. എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ കേഫർ ഇങ്ങനെ പറയും, ഞാനൊന്നും കണ്ടില്ലെന്ന് തന്നെ വിചാരിക്കാമെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് അപ്പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മുടെ ജെയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. രണ്ടുപേരുടെ നടുക്ക് വിട്ടിരിക്കുമല്ലേ. അപ്പം അവളാണെങ്കിൽ എത്ര നേരം എന്ന് വെച്ചാൽ കരയണ്ടേ, അങ്ങനെ ഒരു മൈൻഡിൽ ആലോചിക്കുകയാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ തീർന്നു. പിന്നെ നിങ്ങൾ ഗീവ് അവയുടെ കാര്യം മറക്കണ്ട. അപ്പോൾ സിമ്പിൾ റൂൾസാണ്, നിങ്ങൾ 5 ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. നിങ്ങളും സബ്സ്ക്രൈബർ ആയിരിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിവ് അവേ വിന്നറിനെ അടുത്ത വീഡിയോയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.